എല്ലാവർക്കും ശ്രീനാഥ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ആന്ധ്ര പരിപ്പ് പൊടിയാണ്. നല്ല ചൂടുള്ള ചോറിൽ ഒരു 2 ടേബിൾ സ്പൂൺ പൊടിയും കുറച്ച് നെയ്യും കൂട്ടി കുഴച്ച് കഴിച്ചാൽ നല്ല സ്വാദാണ്. ഇതിൻ്റെ കൂടെ വേറൊരു സൈഡ് ഡിഷും വേണമെന്നില്ല. അപ്പോൾ ഇന്ന് നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ചുവട് കട്ടിയുള്ള ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് തുവരപ്പരിപ്പ് ചേർത്ത് വറുക്കണം. അത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. അതൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി പരത്തിയിടാം. ഇനി അതേപോലെ തന്നെ 1 കപ്പ് കടലപ്പരിപ്പ് വറുത്തെടുക്കണം. അത് ബ്രൗൺ കളർ ആകുമ്പോൾ പാൻ ഒന്ന് മാറ്റി പ്ലേറ്റിലേക്ക് പരത്തിയിടാം. നമ്മൾ അടുത്ത് വറുക്കാൻ പോണത് 1 കപ്പ് ചെറുപയർ പരിപ്പാണ്. അതും ബ്രൗൺ കളർ ആകുമ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നമുക്ക് 1/2 കപ്പ് ഉഴുന്ന് വറുക്കണം. നിങ്ങളുടെ അടുത്ത് കറുത്ത ഉഴുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അതാണ് കൂടുതൽ നല്ലത്. ഇതും ബ്രൗൺ കളർ ആകുമ്പോൾ പ്ലേറ്റിലേക്ക് പരത്തിയിടാം. അടുത്ത് വറുക്കാൻ പോണത് 1/2 കപ്പ് പൊട്ടുകടലയാണ്. ഇത് കളർ മാറുന്ന വരെയൊന്നും വറുക്കണ്ട. 2 മിനിറ്റ് ചൂടാക്കിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പാനിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കണം. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ ജീരകം ഇട്ടിട്ട് ഏകദേശം 1 മിനിറ്റ് ചൂടാക്കിയിട്ട് പുറത്തെടുക്കാം. ഇപ്പോൾ 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വറുക്കണം. അത് നല്ല ക്രിസ്പി ആവുമ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഏകദേശം ഒരു 30 ചുവന്ന മുളക് 2 മിനിറ്റ് ഒന്ന് ചൂടാക്കണം. ചൂടാവുമ്പോൾ അതൊന്ന് പൊന്തി വരും. ഇപ്പോൾ അത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ ചൂടാക്കാൻ പോണത് 1 ടീസ്പൂൺ നെയ്യാണ്. ആ ചൂടായ നെയ്യിലേക്ക് ഒരു 3/4 കപ്പ് ചെറുതായി അരിഞ്ഞ വെള്ളുള്ളി ചേർക്കണം. അത് നന്നായി ഇളക്കി ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റിയിടാം. ഇനിയിപ്പോൾ ആ പാനിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള കല്ലുപ്പാണ് ഇടുന്നത്. അത് ഏകദേശം 1 മിനിറ്റ് വറുത്ത ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ കായം ചേർക്കണം. ഇത് കുറച്ച് നേരം ഒന്ന് ഇളക്കിയ ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതൊന്ന് നന്നായി തണുക്കട്ടെ. തണുത്ത ശേഷം നമുക്കിതൊരു മിക്സിയിലിട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡർ ആവണം.
ഇതാ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആന്ധ്ര പരിപ്പ് പൊടി തയ്യാറായി കഴിഞ്ഞു. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ പൊടിയും കുറച്ച് നെയ്യും ചേർത്ത് കുഴച്ച് ഒന്ന് കഴിച്ച് നോക്കി അതെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങളെ അറിയിക്കണം കേട്ടോ.